ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീട്ടിൽ പോയപ്പോൾ ഒരുപാട് ഫ്രാഷ് ഫ്രൂട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കുറേ പിള്ളേരൊക്കെ പഞ്ചസാരയിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു, എന്നാലും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ് എല്ലാം കൂടെ നിർത്തിയാലും വെറുതെ പഴുത്തു പോകും. അപ്പം നമുക്കൊരു പുതിയ ഐറ്റം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ഫ്രാഷ് ഫ്രൂട്ട് എല്ലാം തല്ലിപ്പറിച്ച് കേട്ടോ. ഇത്രയും കിട്ടി. പണ്ടും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അന്നൊന്നും ഇതിൻ്റെ വില അറിയത്തില്ലായിരുന്നു. ഫുള്ള് അതുകൊണ്ട് വെട്ടി ഞാൻ തന്നെ ദൂരെ കളഞ്ഞു കേട്ടോ. ഇത് രണ്ടാമത് നട്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ വില അറിയാവുന്നതുകൊണ്ട് ഒരെണ്ണം പോലും കളയത്തില്ല. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ എല്ലാം തല്ലി പറിച്ചെടുത്തു. അമ്മയും ചേച്ചിയും കൂടെ അതിൻ്റെ പൾപ്പെല്ലാം എടുക്കുക കേട്ടോ. എനിക്കും പൾപ്പെടുക്കാൻ സഹകരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചെറുക്കൻ ഭയങ്കര ബഹളമായതുകൊണ്ട് എനിക്കതിനൊന്നും സഹകരിക്കാൻ പറ്റിയില്ല. എൻ്റെ ചേച്ചി എന്നെ പോലല്ല, എന്ത് കിട്ടിയാലും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും. ഞാൻ പിന്നെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങളിന്ന് ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നറിയാവോ? ഞങ്ങൾ ഫ്രാഷ് ഫ്രൂട്ട് അച്ചാറിടാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിത് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചേച്ചി അമ്മയും കുഞ്ഞിപ്പെണ്ണും കൂടെ അവിടെ ഫ്രാഷ് ബോളിൻ്റെ പൾപ്പൊക്കെ എടുത്തു കേട്ടോ. ഞാനാണ് അപ്പോഴത്തേക്ക് കൊച്ചിന് ഇച്ചിരി ഫുഡ് കൊടുക്കാൻ ഓർത്തു. കഴിക്കാനാണെങ്കിൽ അവന് ഭയങ്കര മടി. അങ്ങനെ പൾപ്പൊക്കെ എടുത്ത് ഇവിടെ കഴിയാറ് കേട്ടോ. എടുത്തെടുത്ത് വന്നപ്പോൾ കുറേ അധികം കിട്ടി കേട്ടോ. എന്തായാലും നമുക്ക് കുറച്ച് കൂടുതൽ അച്ചാറിട്ട് വയ്ക്കാം. അച്ചാറായതുകൊണ്ട് പിന്നെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് പോകുന്നുള്ള പേടിയുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കുറേ നാളിരുന്നോളും. പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും. പിന്നെ ഞാനൊരു അച്ചാർ കൊച്ചാണ് കേട്ടോ. എനിക്ക് അച്ചാറില്ലാതെ പറ്റൂല. ഞാൻ കഴിഞ്ഞ് ഇത്ര ദൂരെ വന്നെന്ന് പറഞ്ഞാലും എൻ്റെ വീട്ടിലെ അച്ചാർ എനിക്ക് മിസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. എപ്പോൾ പോയിട്ട് വന്നാലും ഒരു 2-3 കൂട്ടം അച്ചാറെങ്കിലും എൻ്റെ ചേച്ചി അമ്മ കൂടെ എനിക്ക് ഇട്ട് തന്നുവിടും. അതുകൊണ്ട് അച്ചാറിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അത് പിന്നെ നമ്മൾ കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ. വീട്ടിൽ പോയിട്ട് ഒരു എന്തെങ്കിലുമൊക്കെ തന്നുവിടാതിരിക്കത്തില്ല. അതൊരു ശീലമാണ്. അങ്ങനെ നമ്മളിവിടെ അച്ചാറിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി കേട്ടോ. എൻ്റെ ചേച്ചിയാണ് അച്ചാറിടുന്നത്. എണ്ണയുള്ളവർക്ക് നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ. നമ്മൾ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതും കുഴപ്പമില്ല, ടേസ്റ്റാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകിടണം. അതിൻ്റെ പുറകെ കുറച്ച് കഴിയുമ്പം ഉലുവ ഇട്ട് കൊടുക്കണം. അത് നന്നായി പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം. അത് നന്നായി മൂത്ത് വരുമ്പം അതിൻ്റെ പുറകെ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് കണ്ടിട്ട് പറയാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മസാല ചേർത്ത് കൊടുക്കുവാണേ. ഈ മസാല എല്ലാം കൂടെ നമ്മൾ വിനാഗിരി ചാലിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ടേസ്റ്റ്. ഇതിനു വേണ്ടി എടുക്കേണ്ട മസാലകൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി, പിന്നെ കായപ്പൊടി. ഇത്രയും കൂടെ നല്ലപോലെ വിനാഗിരി ചാലിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമ്മുടെ എരിവിനനുസരിച്ചും പിന്നെ എന്തേലും ക്വാണ്ടിറ്റിയിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പറഞ്ഞാൽ അറിയില്ല. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഇത് ചേർത്തിരിക്കുന്നത്. പലരും എടുക്കുന്ന പല ക്വാണ്ടിറ്റിയിലായിരിക്കുമല്ലോ.
അപ്പം അതെല്ലാം നല്ലപോലെ പച്ചമണം മാറി വന്നപ്പോഴത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഒരു ഐറ്റം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളങ്ങ് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അതിന് പകരം വേണമെങ്കിൽ ശർക്കരയോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. പിന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ശകലം പഞ്ചസാര ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്യണം. കുറച്ച് നേരം നല്ലപോലെ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. തിളപ്പിച്ചങ്ങോട്ട് ഓഫ് ചെയ്തേക്കുക. പണി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ അച്ചാറൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. വായിക്കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അച്ചാർ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ ടേസ്റ്റ് ചെയ്തു. എൻ്റെ ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടൊന്നും ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടൊന്നും പറയുകയല്ല ഗൈസ്. സൂപ്പറാണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ മധുരവും പുളിയും എരിവും എല്ലാം കൂടെ സെറ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചും വന്നായിരുന്നു കേട്ടോ. പിന്നെ അവന് ശകലം കൊടുത്തു. അവൻ പിന്നെ എരിവൊക്കെ നല്ലപോലെ കൂട്ടിക്കോളും. അവനും ഒത്തിരി ഇഷ്ടമായി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു, ലവ് യു ഗൈസ്.